أجمعين أما بعد قال الله تعالى في القرآن المجيد يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അധ്യക്ഷന്മാർ, എൻ്റെ പ്രിയ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലം അതിൻ്റെ പതിവനുസരിച്ച് ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമനത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലൂടെ മനുഷ്യനും അതിനൊപ്പം ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. ധർമ്മവും നീതിയും സഹിഷ്ണുതയുമൊക്കെ മനുഷ്യ ജീവനുകളെ കൊന്നു തിന്നുന്ന സൈനിസ്റ്റുകളുടെ രക്തം പുരണ്ട തേറ്റകളെ ഒരു പ്രതികരണവും ഇല്ലാതെ നോക്കി നിൽക്കുന്ന ലോകത്തിന് മാനുഷിക മൂല്യങ്ങളായി വാചാലമാകുന്നതിനുള്ള വെറും വാക്യങ്ങൾ മാത്രമായി പരിണമിക്കപ്പെട്ടിരിക്കുന്നു. പുരോഗമനത്തിന്റെ കൊടുമുടികൾ കീഴടക്കുന്ന ഈ യുഗം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രം ഡാർക്ക് ഏജ് എറ അഥവാ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച നരഭോജികളെ പോലുള്ള നിഷ്ഠൂരരായ ആളുകൾ വസിച്ചിരുന്ന ഒരു യുഗത്തിന്റെ ആശയങ്ങൾ സ്വീകരിച്ച് ധാർമ്മികതയുടെ നീതിബോധത്തിന്റെ പ്രതീകങ്ങളായ മതങ്ങളെ പഴഞ്ചനെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് അവർ ലൈഫ് അവർ റൂൾസ് എന്ന മുദ്രാവാക്യം മുഴക്കി ഒരു നിയമവും ഇല്ലാത്ത വന്യമൃഗങ്ങളുടെ രീതികളാണ് ആധുനിക മനുഷ്യൻ്റെതെന്ന് പറയാതെ പറഞ്ഞ് ഈ യുഗത്തിലെ പുരോഗമനവാദികൾ മനുഷ്യ മനസ്സുകളിൽ അരാജകത്വത്തിന്റെയും അധാർമികതയുടെയും വിഷയത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി, ലിബറലിസം, ഓറിയന്റലിസം പോലുള്ള പുതുനാമങ്ങൾ കൊണ്ട് മനുഷ്യനെ അന്ധകാരത്തിന്റെ പടുകുയിലേക്ക് തള്ളിയിടുന്ന ഈ കറുത്ത ആശയങ്ങൾക്ക് പുതുമയുടെയും പുരോഗമനത്തിന്റെയും വെള്ള പൂശുകയാണ് ഈ വിദ്വാൻമാർ. ധർമ്മവും നീതിയും ഒക്കെ കുഴിച്ചുമൂടി തന്നിഷ്ടം പ്രവർത്തിക്കാൻ കച്ചകിട്ടിയിറങ്ങിയവർക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഇസ്ലാമും അതിലെ സുദൃഢമായ ആശയങ്ങളും തന്നെയാണ്. അതിന്റെ പേരിൽ തന്നെ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കിരയാകുന്ന ഒരു മതം കൂടിയാണ് ഇസ്ലാം. ബഹുമാനികളെ, 4 മതിൽക്കെട്ടിനുള്ളിൽ തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഒരാളുടെ ആട്ടും തൊപ്പും കേട്ട് കഴിച്ചു കൂട്ടേണ്ട ഒന്നല്ല പെൺജീവിതം. കരിമ്പടങ്ങൾക്കുള്ളിൽ മറച്ചു വെക്കേണ്ടതല്ല സ്ത്രീ സൗന്ദര്യം. മറിച്ച് പുരുഷനെ പോലെ സമൂഹത്തിൽ വേഷവിധാനങ്ങൾ ധരിക്കാനും അവനെ പോലെ തന്നെ സ്വതന്ത്രമായി ജീവിക്കുവാനും മറ്റുള്ളവരോട് ഇടപഴകുവാനും പുരുഷനെ പോലെ തന്നെ ജോലി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ലഭിക്കണം. ഇങ്ങനെ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത എന്നാൽ സാധുക്കളായ ജനങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തി ഇസ്ലാമിനെതിരെ കുതർന്നങ്ങൾ മെനയുന്ന ഇക്കൂട്ടരുടെ കുതിർന്ന വലയത്തിൽ കുടുങ്ങി ആധുനിക യുഗത്തിലെ മുസ്ലിം സ്ത്രീകളടക്കം ഇസ്ലാമിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പെണ്ണായിട്ട് ജനിച്ചു വീണതിന്റെ പേരിൽ മാത്രം തന്റെ പിതാവിന്റെ കരങ്ങളാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഭർത്താവ് മൃത്യടയുന്നതിലൂടെ ഭർത്തൃ കുടുംബത്തിന് അനന്തര സ്വത്തായി തീർന്നിരുന്ന ഉറ്റവരുടെ മരണാനന്തരം അവരുടെ സ്വത്തിൽ നിന്നും ഒന്നും ലഭിക്കാത്ത നിലയിൽ സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്ത പുരുഷന്മാരുടെ ഇച്ഛകൾ നിറവേറ്റാനുള്ള വെറും ഉപയോഗവസ്തു മാത്രമായിരുന്ന പെണ്ണിന് മഹത്വം കൽപ്പിക്കുകയും പെൺകുഞ്ഞ് അനുഗ്രഹമാണെന്നും വിവാഹിതയാകുന്നവരെ നോക്കി വളർത്തിയാൽ ലഭിക്കുന്നത് സ്വർഗമാണെന്നും അങ്ങനെ അവൾ ഒരു മാതാവായാൽ അവളുടെ കാലിനടിയിലാണ് മക്കളുടെ സ്വർഗമെന്നും എന്ന് പറഞ്ഞു വെച്ച് പുരുഷനെ പോലെ സ്ത്രീക്കും അനന്തരമുണ്ടെന്ന് വ്യക്തമാക്കിയും നിങ്ങൾക്ക് അനന്തരമായി സ്വീകരിക്കാനുള്ള ചരക്കല്ല പെണ്ണെന്ന് പറഞ്ഞ് സ്ത്രീയുടെ മാഹാത്മ്യം എത്രത്തോളമാണ് വിവരിച്ചു തരികയും ചെയ്ത ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എത്ര സുന്ദരമാണ്. ബ്രാഹ്മണർ ആർത്തവ സമയമാകുമ്പോൾ സ്ത്രീയെ ഒപ്പം താമസിപ്പിക്കാതെ വീടിനടുത്ത് നിർമ്മിച്ച ചെറ്റക്കുടിലുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ജൂതർ അവളെ കിടപ്പുമുറിയിൽ നിന്ന് ഒഴിവാക്കുകയും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിലക്കുകയും ചെയ്ത് സ്ത്രീയുടെ മൂല്യാവകാശങ്ങൾ നിഷേധിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം പ്രകടമാകുന്നത്. കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി കൊതിക്കുന്ന ഈ വേളയിൽ മറ്റു സമുദായങ്ങൾ അവളെ അകറ്റി നിർത്തുകയും വെറും ഉപയോഗവസ്തുവിനെ പോലെ അവളോട് പെരുമാറുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ നായകൻ അവളോട് എങ്ങനെയാണ് വർത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ആർത്തവ സമയത്ത് കിടക്കയിൽ ക്ഷീണതയായി കിടക്കുന്ന തന്റെ സഹധർമ്മിണിയെ ചേർത്ത് ഉണർന്ന് സ്വാതന്ത്ര്യമേകിയ പ്രവാചകൻ മാനുഷിക മൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന മതം അത് ഇസ്ലാമാണെന്ന് ലോകത്തിന് മുമ്പാകെ വരച്ചു കാട്ടുകയായിരുന്നു. ബഹുമാനികളെ, പെൺശരീരത്തെ കടിച്ചു മുറിക്കാൻ വേണ്ടി ഒരു കപ്പലോട്ടത്തിനുള്ള വെള്ളം വായി നിറച്ച് കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കൾ അതിലൊരു തെറ്റുമില്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മനുഷ്യ മനസ്സുകളിൽ കുത്തിയിറക്കുന്ന കറുത്ത ആശയങ്ങളാണിവ.
അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം നമ്മുടെ ബുദ്ധിയെ ചതിച്ചാലും അതിൽ വഞ്ചിതരാവാതിരിക്കുക. കാരണം എന്ന് പടച്ചാൻ പറഞ്ഞു വെച്ചതുപോലെ ദീനുൽ ഇസ്ലാം സമ്പൂർണ്ണമാണ്. അതിന്റെ പേരിൽ തന്നെ അതിനെതിരിൽ വരുന്ന വിമർശനങ്ങൾ അപ്രസക്തമാണ്. എന്നാലും ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളെ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. നാഥൻ അതിന് തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.